നമ്മുടെ തലമുറ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ വലിയ ആലിമീങ്ങളെ കൊണ്ടുവരികയും ആ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ ഈ ദീനിനെ ഹയാത്താക്കി നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ അവരെ കൊണ്ട് അല്ലാഹു തആല നടത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്നും അൽഹംദുലില്ലാഹ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആയിട്ടില്ലെങ്കിൽ പോലും അൽഹംദുലില്ലാഹ് ഇന്നുള്ള ഈ അവസ്ഥയിൽ ദീനീ പരിപാടികളും ചിഹ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറയുകയുണ്ടായി, മനുഷ്യനെ വഴിപഴപ്പിക്കാൻ വേണ്ടി പലതരം ആശയക്കാരും ചിന്തക്കാരും രംഗത്ത് വരികയാണ്. നമ്മുടെ പൂർവികന്മാരായ മഹാന്മാരായ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കൾ അവരൊക്കെ മുൻഗാമികളൊക്കെ പിഴച്ചുപോയി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പറയുന്നതില്ല അപകടം പോലും ഇന്ന് ആളുകൾക്ക് മനസ്സിലാകാതിരിക്കുകയാണ്. യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് എന്താണ്, യഥാർത്ഥ ദീനുൽ ഇസ്ലാം എന്താണ്, ഇത് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലെങ്ങാനും ഉണ്ടായിരുന്നില്ല എങ്കിൽ യാതൊരു സംശയവും വേണ്ട, അറബ് നാടുകളിൽ, അഫ്ഗാനിസ്ഥാനിൽ, അതേപോലെ മറ്റു ചില രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ അൽ ഖായിദ എന്നും മറ്റുമൊക്കെ പേരിൽ തീവ്രവാദികൾ പാറ്റ സാധുക്കളായ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ, വൃദ്ധന്മാരാണോ കുട്ടികളാണോ എന്ന വ്യത്യാസമില്ലാതെ മനുഷ്യന്മാരൊക്കെ ഒന്നൊടുക്കുന്ന ഒരവസ്ഥ ഇവിടെയും ഉണ്ടാകുമായിരുന്നു. പക്ഷേ നമ്മുടെ ഉലമാക്കൾ ജനങ്ങളെ അപ്പപ്പോൾ വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയും, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ മതമാണ്, അത് എല്ലാവരെയും ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ്, മറ്റുള്ള മതക്കാരെയും ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ്, എല്ലാവരോടും വളരെ നല്ല രീതിയിൽ സൽസ്വഭാവത്തിൽ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ്. ആ രീതിയിൽ നമ്മുടെ ഉലമാക്കൾ സമാധാനപൂർണമായ രീതി ഇവിടെ പഠിപ്പിച്ചതുകൊണ്ടാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളും വലിയ അപകടത്തിൽപ്പെട്ടപ്പോൾ ഇന്നുള്ള ഈ അവസ്ഥയിൽ തന്നെയെങ്കിലും നമ്മൾ അത്രയും വലിയ അപകടത്തിലേക്ക് കൂപ്പുകുത്താതെ ഇന്നത്തെ അവസ്ഥയിൽ നിലനിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാക്കൾ അവര് പണ്ഡിതന്മാരുടെ സഭ രൂപീകരിച്ചു, സമസ്ത രൂപീകരിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? സുന്നത്ത് ജമാഅത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഉറക്കെ പറയണം. മുബ്തദിഈങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, അവര് അടിസ്ഥാനരഹിതമായ രീതിയിൽ പലതും പ്രചരിപ്പിക്കുകയും ദീനുൽ ഇസ്ലാമിനെ വികൃതമാക്കി കാണിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ അവർക്കൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിർത്തണം, അതിനു വേണ്ടിയായിരുന്നു ഉലമാക്കൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഉലമാ സംഘടന രൂപീകരിച്ചു. ആ ഉലമാക്കൾ പറയുന്നത് അങ്ങനെ തന്നെ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി ചെറുപ്പക്കാർ വേണം, വിദ്യാർത്ഥികൾ വേണം എന്നൊക്കെ അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരുടെ നിർദ്ദേശപ്രകാരം, അതുപോലെ അവരുടെ ഉപദേശപ്രകാരം, അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ SYS-ഉം അതുപോലെ SSF-ഉം നമ്മുടെ സുന്നി സംഘടനകളൊക്കെ ഉണ്ടായത്. മാത്രമല്ല ഭൗതികമായ വിദ്യാഭ്യാസം നേടിയ വിഭാഗം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മതവിദ്യാഭ്യാസം മാത്രം നേടിയൊരു വിഭാഗം. മതം മാത്രം പഠിച്ചവർക്ക് ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളുകളുമായിട്ടൊരു ബന്ധവുമില്ല. ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചു പോയാൽ അവര് ദീനിൽ നിന്ന് തന്നെ അകലുകയാണോ എന്നുള്ള തോന്നലാണ് മതവിദ്യാഭ്യാസം മാത്രമുള്ള ആളുകളുടെ അടുത്തുണ്ടായിരുന്നു. അതേസമയം മതവിദ്യാഭ്യാസം പഠിച്ചവരെ ഒരു പരിഷ്കാരവും ഇല്ലാത്തവർ എന്ന രീതിയിൽ വിലയിരുത്തുന്ന ഒരു സ്വഭാവം മറുഭാഗത്തുണ്ടായി. ഈ ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ രണ്ട് വിദ്യാഭ്യാസവും വേണം എന്ന് ഉറക്കെ പറയുകയും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ഉലമാക്കൾ മുന്നോട്ട് വന്നത് എന്തിന്റെ പേരിലാണെന്നറിയാമോ? ഖിയാമത്ത് നാൾ വരെ ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കണം, സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം എന്ന വലിയ ലക്ഷ്യം നേടാൻ വേണ്ടിയാണ്. അൽഹംദുലില്ലാഹ് കേരളത്തിൽ നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ
ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ആ സ്ഥാപനങ്ങളൊക്കെ അവരുടെ ഏരിയയിൽ നിന്ന് ഓരോ പ്രത്യേകം ജില്ലകളിലോ അല്ലെങ്കിൽ പ്രത്യേക പഞ്ചായത്തുകളിലോ അതല്ലെങ്കിൽ ലിമിറ്റഡ് ആയ ഒരു ഏരിയയിൽ അവരുടെ കവറേജിന്റെ ഉള്ളിൽ വെച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനൊക്കെ വലിയ നേട്ടവും ഉണ്ടായി. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അല്ല, ഇന്ത്യയിലെ മൊത്തം മുസ്ലിമീങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹം ചെയ്തത്. മർക്കസു സഖാഫത്തി സുന്നിയ എന്ന ആ വലിയ സ്ഥാപനം 35 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിലെ ഉലമാക്കൾക്ക് തുടങ്ങാൻ തോന്നിയത് ലോകത്തിനൊന്നായിട്ടുള്ള അല്ലാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പുള്ള അമ്പിയാക്കന്മാരൊക്കെ ഓരോ പ്രത്യേക വിഭാഗങ്ങളിലേക്ക്, ഗോത്രങ്ങളിലേക്ക് അവരുടെ പ്രവർത്തന മേഖല, ആ ഏരിയ, ആ സോണ് മാത്രമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ ലോകത്തിലേക്ക് മുഴുവനായിട്ടാണ് അവരെ നിയോഗിക്കപ്പെട്ടത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാരെയും ശുഹദാക്കളെയും ഒക്കെ പ്രത്യേകം ഏരിയകളിൽ നിശ്ചയിക്കും. അവർ ആ ഏരിയകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ഖളാ പ്രകാരം ദീനീ പ്രവർത്തനത്തിന്റെ കേന്ദ്രങ്ങളായ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ചില പ്രത്യേക ഏരിയകളിൽ അവിടെ ആവശ്യമുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ അൽഹംദുലില്ലാഹ് മർക്കസു സഖാഫത്തി സുന്നിയ 35 കൊല്ലം മുമ്പ് സ്ഥാപിക്കാൻ നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾക്ക് അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുത്തത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളക്കാർക്ക് മാത്രമല്ല, നമ്മുടെ ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ വലിയ മാതൃകയായി ഒരു സ്ഥാപനം ഈ ലോകത്തുണ്ടാകണം എന്ന് അല്ലാഹു തആലാന്റെ ഖളാഇൽ ഉണ്ടായത് കൊണ്ടാണ് എന്ന് തീർത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുക. വിശദമായി ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കീലത്ത് മാസ്റ്റർ അവർകൾ പറയും. കീലത്ത് മാസ്റ്ററെ പറ്റി ഞാൻ ഓർക്കുകയാണ്, 23 കൊല്ലം മുമ്പാണ് ഞാനും കീലത്ത് മാസ്റ്ററും കൂടി കീശ്ശേരി അങ്ങാടിയിൽ ഒരു പരിപാടിക്ക് പ്രസംഗിക്കാനുണ്ടായി. അന്നത്തെ അവസ്ഥ എന്തായിരുന്നു? അന്ന് ഇതുപോലെ പ്രസംഗിക്കാൻ പോലും പറ്റൂലായിരുന്നു. പടച്ചവനെ, ദീന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് അതിന്റെ എതിരാളികൾ വന്ന് നമ്മൾ പ്രസംഗിച്ചിരുന്ന സ്റ്റേജിന്റെ കാല് 4 ഭാഗത്തു നിന്നും പിടിച്ച് കുലുക്കി തള്ളിയിട്ട് അന്ന് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ തെളിവായി ഉദ്ധരിക്കാനുള്ള ഒരു കെട്ട് ഫോട്ടോസ്റ്റാറ്റുകൾ പല പത്രങ്ങളുടെയും പല മാസികകളുടെയും മറ്റുമൊക്കെ റിപ്പോർട്ടുകൾ എനിക്കറിയാം. അന്ന് ഞാൻ തലേക്കെട്ട് കഴിച്ച് അത് നിർത്തി വല്ല പള്ളിയിലോ മറ്റോ ഒക്കെ മുസാഫിരീങ്ങൾക്ക് പിരിവെടുത്തത് ഒരുമിച്ച് കൂട്ടും പോലെ അതും എടുത്ത് അന്ന് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ മാറ്റി വളരെ റാഹത്ത് തന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കീലത്ത് മാസ്റ്റർക്ക് അതിനുശേഷം അല്ലാഹു തആല ചെയ്തു കൊടുത്ത ഒരു അനുഗ്രഹമാണ്. അന്നത്തെ പോലെ ഫോട്ടോസ്റ്റാറ്റ് ഒന്നും ഇനി നോക്കി പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അല്ലാഹു തആല ഹിഫ്ളാക്കി അങ്ങ് കൊടുത്തു. ഇന്ന് അതൊക്കെ ഇൻഷാ അല്ലാഹ് ഹിഫ്ള് തന്നെ പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് 10-23 കൊല്ലം മുമ്പുള്ള അവസ്ഥയാണ്. മാസ്റ്റർ ഇൻഷാ അല്ലാഹ് വിശദമായി സംസാരിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ 1-2 കാര്യം വളരെ ഹ്രസ്വമായി പറയും. മർക്കസു സഖാഫത്തി സുന്നിയ അന്ന് തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ അത് തുടങ്ങാൻ വേണ്ടി മുശാവറ ചെയ്ത് അതിലു കൂടിയ ഉലമാക്കൾക്ക് ഒരു പക്ഷേ മനസ്സിൽ അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുത്തത് എന്തൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. ഏതായാലും തുടക്കം ഒരു 25 യതീം കുട്ടികളെ കൊണ്ട് ഒരു ഓർഫനേജ് തുടങ്ങുക എന്നത്. അങ്ങനെ ഒരു യതീംഖാന തുടങ്ങി. പിന്നെ അവർക്ക് നിസ്കരിക്കാനുള്ള ഒരു പള്ളി ഉണ്ടാക്കി. പിന്നെ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള ചെറിയ സ്കൂള്. ആ കൂട്ടത്തില് ഒരു 5-6 മുതഅല്ലിമീങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് കിതാബ് ഓതി കൊടുക്കാനുള്ള ഒരു സംവിധാനം നോക്കണം നിങ്ങൾ. അങ്ങനെ 25 യതീം കുട്ടികളും ഒരു 5-6 മുതഅല്ലിമീങ്ങളും കൂടിയ ഒരു സ്ഥാപനമാണ് അന്നുള്ളത്. പക്ഷേ അൽഹംദുലില്ലാഹ് ഇന്ന് നിങ്ങൾക്കറിയാമോ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അമേരിക്കയിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും
അതേപോലെ തന്നെ യൂറോപ്പിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുന്നത്ത് ജമാഅത്തിനെ ശക്തമായി പ്രചരിപ്പിക്കാൻ പറ്റിയ 7000-ത്തിലധികം സഖാഫികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഖാഫി ഉലമാക്കള് ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങി. മർക്കസു സഖാഫത്തി സുന്നിയയുടെ സേവനം നമ്മൾ അതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, പണ്ട് സുന്നത്തി ജമാഅത്തിനെതിരെ ബിദഈ പ്രസ്ഥാനക്കാര് പ്രസംഗിച്ചു പോയാൽ മറുപടി വെക്കണമെങ്കിൽ, മറുപടി പറയാൻ പറ്റിയ ഒരാളെ കിട്ടണമെങ്കിൽ എത്രമാത്രം പ്രയാസമായിരുന്നു. കാരണം മറുപടി പറയുന്ന ആലിമീങ്ങൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ സൗകര്യവും മറ്റുമൊക്കെ നോക്കിയിട്ട് പരിപാടി വെക്കണമെങ്കിൽ വെക്കണം എന്ന അവസ്ഥയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. 100 കണക്കിന് ആലിമീങ്ങൾ, സഖാഫികൾ മാത്രമാണ് എന്നല്ല ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ ആശയം ഉറക്കെ പ്രഖ്യാപിക്കാൻ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകിയപ്പോൾ ആ നേതൃത്വത്തിന്റെ ശൈലിയും മറ്റും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ഉലമാക്കൾ കൂടെ നിന്നു കൊടുത്തപ്പോൾ ഇന്ന് സുന്നത്തി ജമാഅത്തിന്റെ എതിരാളികൾക്കിടയിൽ, അവരുടെ ഇടയിൽ തന്നെ പാളയത്തിൽ പട തുടങ്ങിയിരിക്കുകയാണ്. അവര് ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പരിപാടി നടത്താൻ അവർക്ക് പേടിയായിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു കഴിയുന്നതിന്റെ മുമ്പ് ഈ ആലിമീങ്ങൾ വന്ന് അവിടെ മറുപടി പറഞ്ഞാൽ ആകെ നമ്മുടെ ഉള്ള അവസ്ഥയും അപകടത്തിലാകും എന്ന് മനസ്സിലാക്കി സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിൽ ഉണ്ടായത് മർക്കസു സഖാഫത്തി സുന്നിയയിലൂടെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിലൂടെ, നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ നേതാക്കന്മാരിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഏതെങ്കിലും ഒരു സുന്നി പള്ളി ബിദഈകൾ പിടിച്ചെടുക്കാൻ ധൈര്യപ്പെടുന്നുണ്ടോ? കോഴിക്കോട്ടങ്ങാടിയിലെ എത്ര പള്ളികളുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ? പഴയകാല പള്ളികൾ മുഴുവൻ മൊയ്തീൻ ശൈഖിന്റെയും മറ്റു മശായിഖുമാരുടെയും ഔലിയാക്കളുടെയും ശോതാക്കളെയും ബദരീങ്ങളുടെയും പേരിൽ ഉണ്ടാക്കിയ പള്ളികൾ വരെ യാതൊരു ഭയവുമില്ലാതെ പിടിച്ചടക്കി അവരുടേതാക്കി അവർ നടത്തി. ഇന്നെന്തേ ഒരൊറ്റ പള്ളി പോലും ആരും തൊടാൻ തന്നെ പേടിക്കുന്നത്? മറ്റൊന്നുമല്ല, നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ പട ഇന്ന് വളരെ ശക്തമാണ്. വാദപ്രതിവാദം വേണമെങ്കിൽ വാദപ്രതിവാദത്തിന്, മുഖാമുഖം വേണമെങ്കിൽ മുഖാമുഖത്തിന്, ഏതൊക്കെ രീതിയിൽ സുന്നത്തി ജമാഅത്തിനെ ശക്തിപ്പെടുത്തണമോ, വിരോധികൾക്ക് മറുപടി പറയണമോ, അതിന് പറ്റിയ വളരെ അശക്തമായ ഒരു വലിയ പണ്ഡിതന്മാരുടെ നിര അൽഹംദുലില്ലാഹ് മർക്കസു സഖാഫത്തി സുന്നിയയുടെയും അതേ വഴി തുടരുന്ന നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളുടെയും അവക്കൊക്കെ നേതൃത്വം നൽകുന്ന ഉലമാക്കളുടെയും പ്രവർത്തനം കാരണമായി ഇന്ന് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് സുന്നിയാണ് എന്ന് പറയാൻ പ്രയാസം വരെ തോന്നിയിരുന്ന ആളുകൾക്ക് ഇന്ന് സുന്നിയാണ് എന്ന് പറയാനാണ് അഭിമാനം എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആലോചിക്കുകയാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ച എറണാകുളത്തെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ മർക്കസിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ വിദ്യാർത്ഥിയെ കാണാൻ വേണ്ടി ഞാനും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും കൂടി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്ക് ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി ആ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ സർജറിയുടെ തലവൻ ഡോക്ടർ മൂസക്കുഞ്ഞിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഡോക്ടർമാരുമാണ് ഗേറ്റിങ്ങൽ നിൽക്കുന്നത്. ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ എത്രമാത്രം പ്രയാസമാണ്. അവിടെ അങ്ങോട്ട് ചെന്നപ്പോൾ ആ ഡോക്ടർമാര് ഒന്നായിട്ട് ഉസ്താദിനെ സ്വീകരിച്ചു. ഉസ്താദ് പറഞ്ഞു, എനിക്ക് ഞങ്ങളുടെ മുത്തഅല്ലിമിനെ കാണണം. അതിന്റെ പുറമെ ഒമാനിലെ ഞങ്ങളെ വലിയൊരു പ്രവർത്തകനുണ്ട്, RV മുഹമ്മദ്, ക്യാൻസർ ആയിട്ട് കീമോ ചെയ്യാൻ അവിടെയുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു തആല എളുപ്പത്തിൽ അവരുടെയൊക്കെ അസുഖം ശിഫയാക്കി കൊടുക്കട്ടെ. ആ രോഗിയുള്ളത് 7ാം നിലയിലാണ്. ഈ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങളും വരുന്നു കൂടെ. അവരെല്ലാവരും കൂടി, ഈ ഡോക്ടർമാർ ഒന്നായിട്ടാണ് ഞങ്ങളെ കൂടെ 7ാം നിലയിൽ വന്ന്. അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഉസ്താദേ, ഈ ഡോക്ടർമാർക്കൊക്കെ നിങ്ങളോടൊരു അല്പസമയം സംസാരിക്കണമെന്നുണ്ട്, ഞങ്ങളെ കോൺഫറൻസ് ഹാളിൽ ഒന്ന് ഇരിക്കണം പറ്റുമോ? വളരെ തിരക്കാണ്, പക്ഷെ ഏതായാലും വേണ്ടിയില്ല,
ഒരു 5 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് അനുവദിക്കാം. അങ്ങനെ കോൺഫറൻസ് ഹാളിൽ അവിടെ ചെന്ന് ഇരുന്നപ്പോൾ പല രീതിയിലുള്ള സംശയം. അപ്പൊ ഒരു ഡോക്ടർ ചോദിക്കുകയാണ്, അല്ല ഉസ്താദെ, പിന്നെ ഈ പന, കള്ളുണ്ടാക്കുന്ന പനയുണ്ട്, പനങ്കള്ള്, ഈ കള്ള് ഹറാമാണ് എന്നാണല്ലോ ഇപ്പൊ നമ്മുടെ മതം പറയുന്നത്. കള്ള് ഹറാമാണ് എന്ന് പറയുമ്പോ ആ പനയുടെ പൊടിയെടുത്ത്, നമ്മുടെ നാട്ടിലൊക്കെ പനയുടെ പൊടി കൊണ്ട് പലതരം അപ്പങ്ങൾ ഉണ്ടാക്കാറ്. ആ പനയുടെ അപ്പം, അതിന്റെ പൊടി തിന്നുന്നതിന് കുഴപ്പമില്ല. അതേസമയം അതിൽ നിന്ന് വരുന്ന ഒരു നീര്, കള്ള്, അത് കുടിക്കൽ ഹറാമാണ്. ഇത് പറയുമ്പോ അതിലെന്ത് യുക്തിയാണുള്ളത്? ഉസ്താദ് ഡോക്ടർമാരോട് പറഞ്ഞു, ഇങ്ങനത്തെ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നു ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു. ഏതായാലും നിങ്ങൾ ആലോചിക്കണം, ഒരു സ്ത്രീയുടെ 2 മുലകളിലൂടെ വരുന്ന പാല് കുടിക്കാൻ പറ്റും എന്ന് നിങ്ങൾ പറയുന്നല്ലോ. അതേസമയം ആ പെണ്ണിന്റെ തന്നെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലൂടെ വരുന്ന നീരോ പാലോ അല്ലെങ്കിൽ അതുപോലത്തെ വല്ലതും കുടിക്കാൻ പറ്റുമോ? ശാസ്ത്രം എന്താണ് പറയുന്നത്? അപ്പോ ഉടനെ തന്നെ അവര് പറഞ്ഞു, നമുക്ക് പിന്നെ മനസ്സിലായി ആ രീതിയിലുള്ള സംശയം. എന്നിട്ട് ആ ഡോക്ടർമാർ പറയുകയാണ്, സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ സുന്നികളാണ്. ഞങ്ങളൊക്കെ ചികിത്സിക്കുമ്പോൾ ഞങ്ങളുടെ വൈദ്യശാസ്ത്ര പ്രകാരം പഠിച്ച ആ വഴികളൊക്കെ പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം ഞങ്ങൾ പറയും, നിങ്ങൾ മഹാന്മാരുടെ പേരില് ഫാത്തിഹ ഓതുകയെ, യാസീൻ ഓതുകയെ, അള്ളാഹുവിനോട് ദുആ ചെയ്യുകയെ, ഇതൊക്കെ ചെയ്തോളൂ എന്ന് പറയും. കാരണം ഞങ്ങൾക്കിപ്പോഴും ഒരു മനുഷ്യന്റെ ശരീരത്തിലെ എത്ര ഞരമ്പുകളുണ്ട് എന്നത് പോലും കൃത്യമായി ഈ നിമിഷം വരെ പറയാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എത്ര ഞരമ്പുകളുണ്ട്, എത്ര ജോയിന്റുകളുണ്ട്, ഇതൊന്നും ഞങ്ങൾക്ക് തന്നെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് ദുആ ചെയ്യൽ മാത്രമേ പരിഹാരമുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, അത്രയും ഡോക്ടർമാർ ഉസ്താദിനെ സ്വീകരിക്കാനും, ഞങ്ങളൊക്കെ സുന്നികളാണ് ഉസ്താദേ, ഞങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള ഉസ്താദുമാരോട് ബന്ധപ്പെടാനുള്ള അവസരം കൂടുതൽ ഉണ്ടാക്കിത്തരണം എന്ന് ഇങ്ങോട്ട് പറയുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ്. ഈ മർക്കസ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ നിലനിന്നത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞയാഴ്ച അമേരിക്കയുടെ ചെന്നൈയിലെ കോൺസുലേറ്റിലുള്ള വൈസ് കോൺസുൽ ജനറൽ മർക്കസ് സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം നേരത്തെ മർക്കസിലേക്ക് വിളിച്ചു, ഞങ്ങൾക്ക് കാന്തപുരം സാറിനെ ഒന്ന് കിട്ടണം എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തു. ഞങ്ങൾ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടു, ഉസ്താദിനെ കാണാൻ അമേരിക്കയിലെ വൈസ് കോൺസുൽ വരുന്നുണ്ട്, ചെന്നൈയിലെ ഒരു അപ്പോയിന്റ്മെന്റ് നൽകണം എന്ന് പറയുന്നു. എന്താക്കണം? ആരും വന്നോട്ടെ, നമ്മൾ ഇബ്ലീസോ ശൈത്താനോ നേരെ വരികയാണെങ്കിൽ അവരെയും കൂടി സ്വാഗതം ചെയ്ത് അവരുടെ സംശയം എന്താന്ന് വെച്ചാൽ തീർത്തു കൊടുക്കാൻ റെഡിയാണല്ലോ, വന്നോട്ടെ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട്, അമേരിക്കന്റെ ഒരു കോൺസുൽ ജനറലോ വൈസ് കോൺസുൽ ജനറലോ ഒക്കെ വെറുതെ വരൂല. കാരണം അവർക്കൊക്കെ ഒരുപാട് തിരക്കുണ്ടാകും, വരുമ്പോ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാകും, എന്തോ ഗൂഢാലോചനയും ഉണ്ടായിക്കൂടായികയില്ല. ഇതൊക്കെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം കൃത്യം 2:30 1 മണിക്കൂർ മർക്കസ് മുഴുവൻ ചുറ്റിക്കണ്ടു, ഉസ്താദുമായിട്ട് സംസാരിച്ചു. അവസാനം ഞങ്ങൾ ചോദിച്ചു, അല്ല, അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ഈ യാത്രയുടെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണ്? അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കണം. ആ അമേരിക്കയുടെ കോൺസുലേറ്റിലെ വൈസ് കോൺസുൽ പറഞ്ഞതെന്താ? എല്ലാവരും വെയിറ്റ് ചെയ്യും. ഇപ്പോ മജീദ് സാഹിബ് ഇപ്പൊ തിരിച്ചു വരും, അദ്ദേഹം ക്യാമ കിട്ടില്ല, അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കാന്തപുരത്തെ മാത്രം കണ്ട് ഈ വിഷയത്തിൽ ക്ഷമാപണം നടത്തിയാൽ മതി എന്ന് ഞങ്ങളുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. മറ്റു പല സ്ഥലത്തും ചെല്ലാത്തപ്പോ അവർക്കൊക്കെ വലിയ വിഷമമുണ്ട്. ഇപ്പൊ അമേരിക്കയും അങ്ങോട്ടാ പോകുന്നത്. അവിടെ വന്നത് വേറൊന്നിനുമല്ല, വ്യക്തമായി പറഞ്ഞു, വന്നത് ഇതിനാണ്.
ഈ വിഷയത്തിൽ ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ, അല്ലെങ്കിൽ വേദന മാറ്റാൻ മാപ്പപേക്ഷിക്കണമെങ്കിൽ, പ്രവാചക സ്നേഹം എന്നത് ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റിയ വലിയ പണ്ഡിതൻ അത് കാന്തപുരമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ വന്നത്. അല്ലാത്തോല അവസ്ഥ എന്താ? എനിക്ക് പറയാൻ വിഷമമുണ്ട്, എന്നാലും പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ കേരള ജനതക്ക് ഒരു വലിയ സമ്മാനമായി ഷായറെ മുബാറക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൈകളിലൂടെ നമുക്ക് ലഭിച്ചു. നോക്കണം, നിങ്ങൾ ഈ നാട്ടിൽ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ഒരൽപ്പം മനുഷ്യത്വമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് കേൾക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച കൊച്ചിയിൽ ചെന്ന് ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനുമായി ഈ സമയം, ഏതാണ്ട് ഇതേ സമയം ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട അഭിഭാഷകൻ ഷായറെ മുബാറക്കിനെതിരെ നമ്മുടെ മറുവിഭാഗം കൊടുത്ത പെറ്റീഷന്റെ കോപ്പി കാണിച്ചുകൊണ്ട് വായിച്ചു തന്നതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ തന്നു. വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്താ മറുവിഭാഗം ഷായറെ മുബാറക്കിനെതിരെ കൊടുത്ത പെറ്റീഷനിലുള്ളത് എന്നറിയാമോ? ഈ മുടി ഒറിജിനൽ ആണെങ്കിൽ പോലും ഇതിവിടെ വെക്കാൻ അനുവദിക്കരുത്. കാരണം ഈ ഇതുപോലത്തെ ഒരു മുടിയുള്ളത് കാശ്മീരിലാണ്, അവിടെ മുഴുവൻ ഭീകരവാദികളാണ് എന്നാണ് ആ കത്തിൽ പെറ്റീഷനിൽ അവർ എഴുതിയിട്ടുള്ളത്. എങ്കിൽ ഒരൽപ്പം മനുഷ്യത്വമുള്ള ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, മറുവിഭാഗം എന്താ മനസ്സിലാക്കുന്നത്? കാശ്മീരിലെ ഭീകരവാദം ഉണ്ടാകാൻ കാരണം അവിടെയുള്ള ഹസ്രത്ത് ബാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണ് എന്നല്ലേ ഇവന്മാര് പറഞ്ഞു വരുത്തിയത്? ഇത് കിട്ടുന്ന ജഡ്ജി അല്ലെങ്കിൽ ഇത് കിട്ടുന്ന വക്കീൽ അവർക്ക് ഇതിനെപ്പറ്റി അറിയൂലല്ലോ. ഒരു പക്ഷേ അത് ശരിയാണ് എന്നവർ ധരിച്ചുകൂടായികയില്ല. നിങ്ങൾ ആലോചിക്കണം, ഈ പെറ്റീഷൻ കൊടുത്തവൻ അവനെ പറ്റി എന്ത് പേരാ പറയേണ്ടത്? മുനാഫിക്ക് എന്നാണോ, യഹൂദി എന്നാണോ, സിയോണിസ്റ്റ് എന്നാണോ, നിരീശ്വരവാദി എന്നാണോ, മറ്റെന്തോ പേരാണോ? നിങ്ങൾ തീരുമാനിക്കൂ. ഞാനൊരു പ്രകോപനമുണ്ടാക്കാൻ വേണ്ടി പറയുകയല്ല. അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ അന്വേഷിക്കണം, മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞല്ലോ. അമേരിക്കക്കാരൻ വന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാ. കാന്തപുരത്തിനോട് മാപ്പ് പറയേണ്ടത് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. വക്കീലിന് ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ ഈ മുടി ഒറിജിനൽ ആണെങ്കിൽ തന്നെ ഇത് വെക്കാനോ സൂക്ഷിക്കാനോ അനുവദിക്കരുത്. കാരണം ഇതുപോലത്തെ ഒരു മുടിയുള്ള കാശ്മീരിൽ ഭീകരവാദം തഴച്ചു വളർന്നിരിക്കുകയാണ് എന്ന് പെറ്റീഷനിൽ ഒരു ഈമാനിന്റെ തരിയുള്ളവൻ എഴുതി കൊടുക്കാൻ പറ്റുമോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? അത് എഴുതി കൊടുത്താൽ ഇവന്റെ വിശ്വാസം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മുടിയുണ്ടായത് കൊണ്ട് യുദ്ധം വരെ വിജയിക്കാൻ കഴിഞ്ഞു എന്നാണ് സ്വഹാബാക്കളുടെ വിശ്വാസമെങ്കിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ആ മുടി സൂക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ഭൗതികവും അഭൗതികവുമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണത് എന്ന് കരുതിയിരുന്നു എങ്കിൽ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാര് മുഴുവൻ അവരുടെ കുട്ടികൾക്കും മക്കൾക്കും മുഹിബ്ബീങ്ങൾക്കുമൊക്കെ ഇതിട്ട വെള്ളം കൊടുത്തിരുന്നു എങ്കിൽ അത് തങ്ങളുടെ ഇഹപര വിജയത്തിന്റെ അടിസ്ഥാനമാണ് എന്നാണ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മറുവിഭാഗം മനസ്സിലാക്കിയത് ഈ മുടി ഭീകരവാദത്തിലേക്ക് നമ്മെ എത്തിക്കും എന്നാണ്. നഊദു ബില്ലാഹ്. മുർത്തദ്ദാകാൻ ഇനി വല്ലതും വേണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും മർക്കസും ലോകത്തിൽ എന്ത് ചെയ്തു അത് എല്ലാവരും മനസ്സിലാക്കി. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മർക്കസിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകത്തൊരുപാട് രാജ്യത്ത് പോയിട്ടുണ്ട്. ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും ഏഷ്യയിലെ ഒരുപാട് രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. ഞാൻ നാസയിൽ പോയിട്ടുണ്ട്. മുസ്ലിം ശാസ്ത്രജ്ഞന്മാരെ എനിക്ക് ഇഷ്ടം പോലെ പരിചയമുണ്ട്. അന്താരാഷ്ട്ര മുസ്ലിം പണ്ഡിതന്മാരെ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ ഞാൻ ഉൾക്കൊള്ളുന്ന ഇസ്ലാം എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ബൗദ്ധികമായി ബുദ്ധിപരമായി ഇത്രയും വലിയൊരു സേവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെയോ ഒരു നേതാവിനെയോ ലോകത്തെവിടെയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് APJ അബ്ദുൽ കലാം പറഞ്ഞു. എന്ന് മാത്രമല്ല, ഡൽഹിയിൽ നിങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കണം എന്ന് പറയുക കൂടി ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഡൽഹിയിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ദരിയാഗഞ്ചിലെ ആ ഗട്ടാ മസ്ജിദ് കേന്ദ്രമാക്കിക്കൊണ്ട്
ഞങ്ങൾ അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് ചില സൗകര്യങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനം ഇനിയും വിപുലപ്പെടുത്താം. പ്രിയപ്പെട്ട സഹോദരന്മാർ, കാന്തപുരത്തെ മർക്കസിനെ നേരിട്ട് മനസ്സിലാക്കിയ ആളുകളുടെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മർക്കസിൽ നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായ ഒരു മീറ്റിംഗ് നടന്നു. മസ്ജിദ് അലയൻസ് ഓഫ് ഇന്ത്യ കോൺഫറൻസ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, നിങ്ങൾക്കറിയാമോ, 2000-ലധികം പള്ളികൾ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലുമായി ഉണ്ടാക്കിയപ്പോൾ ആ പള്ളികളെ പ്രതിനിധീകരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളുടെ ഒരു യോഗം അവിടെ നടക്കുകയുണ്ടായി. ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നറിയാമോ? പട്ടാമ്പി MLA CP മുഹമ്മദ് ആയിരുന്നു. അദ്ദേഹം പള്ളികളുടെ ആവശ്യകത വിശദീകരിച്ചു, പള്ളികൾക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ വിശദീകരിച്ചു, സാമൂഹിക തിന്മകളെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ, നിർമാർജനം ചെയ്യാൻ പള്ളികളിൽ നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞതിന്റെ ശേഷം അദ്ദേഹം ഉള്ളു തുറന്നു പറഞ്ഞു, ഈ അടുത്ത് അർജന്റീനക്കാരനായ മറഡോണ 40 വയസ്സിലധികം പിന്നിട്ടു, കിളവനായി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം കണ്ണൂരിൽ വന്നു. അദ്ദേഹം കണ്ണൂരിൽ വരുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോൾ പൊരിവെയിലത്ത് നട്ടുച്ച സമയത്ത് പോലും ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒരു നയാ പൈസയും ആരും കൊടുത്തിട്ടല്ല, സ്വന്തം ചെലവാക്കി അവിടെ വന്നു. കാരണം ഇത്തരം ഫുട്ബോൾ പ്രേമികൾക്ക് മറഡോണ റോൾ മോഡലാണ്. സിനിമാ നായികമാരോ സിനിമാ നടന്മാരോ റോൾ മോഡലാകുന്ന ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ പലർക്കും, രാഷ്ട്രീയക്കാർക്കടക്കം പലർക്കും റോൾ മോഡലുകളുണ്ട്. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു റോൾ മോഡൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മാത്രമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ അദ്ദേഹം അവിടെ കൂടിയ ആളുകളെ അഭിസംബോധന ചെയ്തു പറഞ്ഞു. എങ്കിൽ സ്വന്തം മക്കളുടെയും ഭാര്യയുടെയും കുടുംബക്കാരുടെയും കാര്യം നോക്കാനല്ല ഇതൊന്നും ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ദിവസവും യാത്രയാണ്, എപ്പോഴും തിരക്കാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, പ്രധാനമന്ത്രിയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തിരക്ക് പിടിച്ച വ്യക്തി എന്ന് ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നിയേക്കാം. അല്ലെങ്കിൽ മറ്റേതോ മന്ത്രിമാരാണ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാണ് എന്ന് തോന്നിയേക്കാം. പക്ഷേ ആ രാഷ്ട്രീയക്കാർക്കും ആ മന്ത്രിമാർക്കും ആ ഭരണാധികാരികൾക്കുമൊക്കെ ഉറങ്ങാൻ അവർക്ക് ടൈം ടേബിളാണ്. ഉറങ്ങേണ്ട സമയം, ഉണരേണ്ട സമയം, വ്യായാമം ചെയ്യേണ്ട സമയം, വിശ്രമിക്കേണ്ട സമയം, ഭക്ഷണം കഴിക്കേണ്ട സമയം, അങ്ങനെ വിനോദം കാണാൻ, ടെലിവിഷൻ കാണാനുള്ള സമയം, ഓരോന്നിനും സമയമുണ്ട്. അതിന്റെ പുറമേ ഏതാനും മണിക്കൂറുകൾ അവരുടെ വർക്കിംഗ് അവേഴ്സ് ആയിട്ട് ഓഫീസ് ഡ്യൂട്ടി സമയവും. അവരുടെ വിശ്രമം മുടങ്ങുന്നില്ല, അവരുടെ കുളി മുടങ്ങുന്നില്ല, അവരുടെ ഉറക്കം മുടങ്ങുന്നില്ല, അവരുടെ വിനോദം മുടങ്ങുന്നില്ല, അവരുടെ വ്യായാമം മുടങ്ങുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 24 മണിക്കൂറിൽ വെറും 2-3 മണിക്കൂർ അത് തന്നെ ശരിക്ക് കിടന്നുറങ്ങാൻ സമയം കിട്ടുന്നത് വളരെ അപൂർവം. ഈ 20 മണിക്കൂറും സമുദായത്തിനു വേണ്ടി, ഈ പ്രസ്ഥാനത്തിനു വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, നിരക്ഷരരായ ആളുകൾക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി, അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നീക്കിവെച്ച ആ മഹാമനുഷ്യൻ, ഞാൻ ആലോചിക്കുകയുണ്ട്, ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും സമാധാനത്തിന് ഭക്ഷണം കഴിക്കാൻ സമയമില്ല. കാരണം പല ആവശ്യങ്ങൾക്ക് വേണ്ടി കാണാൻ വന്നവരിൽ കൂടുതൽ അടുപ്പമുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ കൂടി അവരുടെ വിഷയം ചർച്ച. ആകെ ഒരു ഫ്രീ ആയി നിൽക്കുന്ന സമയം എനിക്ക് തോന്നുന്നത് ബാത്റൂമിലാകുമ്പോൾ മാത്രമാണ്. അങ്ങോട്ട് മറ്റാർക്കും കടന്നു ചെല്ലാൻ പ്രവേശനം ഇല്ലാത്തത് കൊണ്ട് മാത്രം. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട ഉസ്താദ് എങ്ങാനും ഉണ്ടായിരുന്നില്ലെങ്കിൽ, മർക്കസു സഖാഫത്ത് സുന്നിയെ എങ്ങാനും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ചിലർ പറയും സമസ്ത 2 ആകൂലായിരുന്നു. ഈ രീതിയിലാണെങ്കിൽ 2 ആകാനിട്ടെന്തായിരുന്നു നേട്ടം എന്നാണ് ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്ഥാപനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈജിപ്തിലെ പോലെ
അൾജീരിയയിലെ പോലെ, ലിബിയയിലെ പോലെ, ടുണീഷ്യയിലെ പോലെ, യമനിലെ പോലെ, ഇറാഖിലെ പോലെ, അഫ്ഗാനിസ്ഥാനിലെ പോലെ, മാലിയിലെ പോലെ തീവ്രവാദികൾ ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആണിനെയും പെണ്ണിനെയും വ്യത്യാസമില്ലാതെ കൊന്നൊടുക്കുന്ന ഒരവസ്ഥയും, കള്ളു കുടിക്കുമ്പോഴും അല്ലാഹു അക്ബർ, പെണ്ണ് പിടിക്കുമ്പോഴും അല്ലാഹു അക്ബർ, അങ്ങനെ ആരെ കൊല്ലുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ കാട്ടാളന്മാരുടെ അപരിഷ്കൃതമായ ഒരു ലോകമായി നമ്മുടെ ഇന്ത്യ രാജ്യം മാറുമായിരുന്നു. യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് അന്താരാഷ്ട്ര വിഷയങ്ങൾ അറിയാഞ്ഞിട്ടാണ്. എന്താണ് മാലിയിൽ നടക്കുന്നത്, എന്താണ് അൾജീരിയയിൽ നടക്കുന്നത്, ടുണീഷ്യയിലും അതുപോലെ തന്നെ ഈജിപ്തിലും ഒക്കെ നടക്കുന്നത് ഇതാണ്. ഇസ്ലാമിസ്റ്റുകൾ എന്ന പേരിൽ അൽ ഖായിദയുടെയോ അല്ലാത്ത സംഘടനകളുടെയോ നേതൃത്വത്തിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയാണ്. വ്യഭിചാരം, പിടിച്ചുപറി, മയക്കുമരുന്ന്, ഇതൊക്കെയാണ് അവരുടെ ഒക്കെ മുഖമുദ്രത. അമേരിക്കക്കാര് പറഞ്ഞു വരുത്തിയതൊന്നുമല്ല. അഫ്ഗാനിസ്ഥാനിലെ താലിബാനാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്, യാതൊരു സംശയവും വേണ്ട. ഈ തീവ്രവാദികൾ മുഴുവൻ മയക്കുമരുന്നിനും പെണ്ണിനും കള്ളിനും ഒക്കെ അടിമകളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു തീവ്രവാദത്തിലേക്ക് നമ്മുടെ കേരളം എന്നോ കൂപ്പുകുത്തുമായിരുന്നു. ഈ രീതിയിലുള്ള പ്രവർത്തനത്തിന് നമ്മുടെ നേതാക്കന്മാർ മുന്നിട്ടിറങ്ങിയിട്ടില്ലായിരുന്നു എങ്കിൽ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അമേരിക്കയിൽ ഞങ്ങൾ 2-3 വട്ടം പോകുകയുണ്ടായി. അവിടെ നിന്നുള്ള ആളുകൾ ഇവിടെ വരികയുണ്ടായി. മർക്കസ് കണ്ടപ്പോൾ അവർക്കൊക്കെ വല്ലാത്ത അത്ഭുതം. പടച്ചവനെ, ഈ ഒരു ചിട്ടയും സംസ്കാരവും ഞങ്ങളുടെ നാട്ടിൽ എവിടെയുമില്ല. ഇതുപോലത്തെ ഒരു നേതാവിനെ, ഇതുപോലത്തെ ഒരു സ്ഥാപനം ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. ശ്രീലങ്കയിലെ ക്യാബിനറ്റ് മന്ത്രിമാരിൽപ്പെട്ട ഒരു മന്ത്രി ഈ അടുത്ത് കോഴിക്കോട് വന്നു. ഉസ്താദ് നാട്ടിലില്ല എന്ന വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഫോൺ ചെയ്തു. ഞങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം എന്നോട് പറയുകയാണ്, ശ്രീലങ്കയിൽ ഒരു വലിയ പള്ളി പണിയണം. ആ വലിയ പള്ളി പണിയാൻ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഈ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് പണിയാൻ സാധിക്കും എന്നുറച്ച് വിശ്വസിക്കുകയാണ്. ആ കാര്യം ഉസ്താദിനെ കണ്ട് നേരിട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഉസ്താദ് ഇല്ലാത്തത് കൊണ്ട് ഈ കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. കാലിക്കറ്റ് അവറിന്റെ റിസപ്ഷനിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. ഭാഗ്യത്തിന് അപ്പോ മർക്കസിൽ സാധാരണ വരുന്ന ഒരു അറബി അങ്ങോട്ട് കടന്നു. ഞാൻ ഉടനെ ആ അറബിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരുപാട് പള്ളി ഉണ്ടാക്കാൻ ഷെയ്ഖ് അബൂബക്കറിനെ സഹായിച്ചതാണ്. ഇദ്ദേഹം ശ്രീലങ്കയിലെ മിനിസ്റ്ററാണ്. അദ്ദേഹം ഷെയ്ഖ് അബൂബക്കറിനെ കാണാൻ വന്നതാണ്. അവരെ നാട്ടിലൊരു പള്ളി ഉണ്ടാക്കണം. ആ പള്ളിയുടെ പ്ലാനുമായി വന്നതാണ്. അത് നിങ്ങൾ ശരിയാക്കി കൊടുക്കണം. ഷെയ്ഖ് അബൂബക്കറിനോട് ഞാൻ പറയാം, നിങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഷെയ്ഖ് അബൂബക്കർ പറയുകയാണെങ്കിൽ ഞാനത് ചെയ്തു കൊടുത്തു. ഉടനെ ഉസ്താദിനെ ഫോൺ ചെയ്തു ഞാൻ കൊടുത്തു. ഇപ്പൊ അറബി പറയുകയാണ്, ശ്രീലങ്കയിലെ മന്ത്രി അവിടെ ഒരു പള്ളി പണിയണം എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ, ഞാനത് എടുത്തു കൊടുക്കണം എന്നാ പറയുന്നത്. നീ പറയുകയാണെങ്കിൽ ഉസ്താദിനോട് പറയാ, ഇതാ എന്താ ഓക്കെ അന ഓക്കെ, നീ പറയുകയാണെങ്കിൽ ഞാനത് എടുത്തു കൊടുക്കാൻ റെഡിയാണ്. ഉസ്താദ് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ എടുത്തു കൊടുക്കണം. നോക്കണം, ശ്രീലങ്കയിലെ ഒരു പള്ളി ഉണ്ടാക്കാൻ ഉസ്താദ് പറയുകയാണെങ്കിൽ ചെയ്തു കൊടുക്കാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പരിസരത്ത്, ഈ കുഴിമണ്ണ, ഈശ്ശേരി, മുണ്ടക്കൽ, ചുള്ളിക്കോട്, മുണ്ടിലാക്കൽ, ഈ ഏരിയയിൽ മാത്രം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് എടുത്ത എത്ര പള്ളികളുണ്ട്. ഞാൻ അതൊന്നും നീട്ടിപ്പറയുന്നില്ല. അപ്പോൾ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന ആ സ്ഥാപനം, അതുപോലെ നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ സംഘടന, നമ്മുടെ SSF, SYS, ഇതൊക്കെ നിർവഹിക്കുന്ന ദൗത്യം ഈ സമുദായത്തെ യഥാർത്ഥ ഇസ്ലാമിൽ നിലനിർത്തുകയും അവരെ തീവ്രവാദികളാക്കാതെ, ഭീകരവാദികളാക്കാതെ, അവരെ കള്ളുകുടിയന്മാരാക്കാതെ, തമ്മാടികളാക്കാതെ, അവരെ നാടിനും നാട്ടുകാർക്കും ദീനിനും എല്ലാം പറ്റുന്ന രീതിയിൽ ഒരു നല്ല സാംസ്കാരിക സമ്പന്നമായ
ജീവിതം നയിക്കുന്നവരാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യമാണ് മർക്കസു സഖാഫത്തി സുന്നിയ നിർവഹിക്കുന്നത്. ആ ഒരു പ്രചരണമാണ്